8 നോമ്പു നോറ്റു കൃപ നേടുവാനായി ദൈവമാതാവിനോടൊപ്പം നമുക്കൊന്നിച്ചു ദൈവത്തെ വാഴ്ത്താം. ആമേൻ, ആമേൻ. യേശുവിന്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, ദൈവമാതാവിനെ മാനിക്കുന്ന നിന്നെ സ്വർഗം വാഴ്ത്തട്ടെ. അമ്മയൊത്ത് ആരാധിക്കാം, ദിവ്യപുത്രനെ ആരാധിക്കാം, വചനത്തിന്റെ മറവിൽ നിന്ന് ഏകരക്ഷകനെ ആരാധിക്കാം. യേശു മറിയത്തിന്റെ മിഴികളിലേക്ക് നോക്കിയിട്ട് ചോദിച്ചു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ല. മനുഷ്യന്റെ നെറുകയിൽ കത്തുന്ന പൂരിതമായ നിസ്സംഗതയെ ഒരു നിമിഷം രക്ഷകൻ ഏറ്റെടുത്ത് തന്റെ ഭാവമാക്കി മാറ്റി മറിയത്തെ പരീക്ഷിക്കുകയാണ് ഇവിടെ. സ്ത്രീയെ, നിനക്കും എനിക്കും എന്ത്? ഞാനും നീയും വെറും ഒരു അതിഥി. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ പോരെ, ഉണ്ണാതെ അങ്ങ് മാറി നിൽക്കാം, കലഹം കൂട്ടാതെ ഒന്ന് മറിഞ്ഞു നിൽക്കാം, പരദൂഷണ കമ്മിറ്റിയിൽ പങ്കുപറ്റാതെ ശാന്തമായി ഭവനത്തിലേക്ക് മടങ്ങാം. ഈ ഭവനത്തോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ അന്തസ്സാണിത്. അല്ലാതെ അതിനപ്പുറം ചങ്ക് പൊട്ടേണ്ട ആവശ്യം നിനക്കെന്ത്? നീ എന്തിനാണ് ഇങ്ങനെ വിയർത്ത് കുളിച്ചിരിക്കുന്നത്? മഴ നനഞ്ഞതുപോലെ മറിയമേ, നീ ആകെ നനഞ്ഞിരിക്കുന്നുവല്ലോ. എനിക്കും നിനക്കും എന്ത്? പൂരിതമായ മനുഷ്യന്റെ നിസ്സംഗതയെ യേശു കർത്താവ് തന്റെ മുഖത്ത് മുഖപടലം പോലെ അണിഞ്ഞ് നമ്മെ വൈബ്രേറ്റ് ചെയ്യുകയാണ്, നമ്മുടെ മനസ്സിനെ ഇളക്കുകയാണ്. മനുഷ്യ, നിന്റെ ഏറ്റവും വലിയ പാപം നിസ്സംഗതയാണ്. ചൂടോ തണുപ്പോ ഇല്ലാത്ത നിന്റെ നിസ്സംഗതയെ ഒട്ടിക്കണമെന്ന് അമ്മയുടെ സാന്നിധ്യത്തിൽ യേശു കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. എനിക്കും നിനക്കും എന്ത് എന്ന് മുറിഞ്ഞ മനുഷ്യന്റെ മുമ്പിൽ, കരഞ്ഞ മനുഷ്യന്റെ മുമ്പിൽ, പതിഞ്ഞു വീണ മനുഷ്യന്റെ മുമ്പിൽ, ചതഞ്ഞുണങ്ങിയ മനുഷ്യന്റെ മുമ്പിൽ നീ ചോദിക്കരുത് എനിക്കെന്ത്, എനിക്കെന്ത്. നീ ചോദിക്കരുത് എനിക്കെന്തോ ചെയ്യാനുണ്ട് എന്ന ചിന്ത നിന്നെ അലട്ടണം. ആമേൻ, ആമേൻ, ആമേൻ.